വെൽക്കം ഗൈസ്, എല്ലാവർക്കും കോമണറോട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു കോഡ് ചെയ്യുന്ന ഒരു ID പ്ലാറ്റ്ഫോം പോലെ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്തിട്ടല്ല ഇതിൽ നമ്മൾ കോഡ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഒരു പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അപ്പം ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പസിൽ പോലെയാണ്, ഓരോരോ ബ്ലോക്ക് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി, ടൈപ്പ് ചെയ്യാനൊന്നും പോകണ്ട. അപ്പോൾ പിള്ളേർക്ക് ഇത് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഔട്ട്പുട്ട് കാണുന്നത് പിള്ളേർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇതൊരു ആനിമേറ്റഡ് ക്യാരക്ടറിലാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ കാണുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഇത് ചെയ്ത് നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പുതിയതായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്. നിങ്ങളാണെങ്കിൽ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ കൂടുതൽ ബെല്ലൈക്കൻ നിൽക്കുക. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ക്രോം ബ്രൗസർ എടുക്കാം. എന്നിട്ട് ഇവിടെ സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് റിസൾട്ട് വരും. എന്നിട്ട് ആദ്യം കാണുന്ന ഈ സൈറ്റാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. ഇതിലാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരും. അതേ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്നാണെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രൗസർ വെച്ചിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ബ്രൗസർ വെച്ച് യൂസ് ചെയ്യുന്ന സാധനം ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ ഉണ്ട്. ഇതിന് പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് ട്യൂട്ടോറിയൽ ടിപ്സ് തരുന്നതാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ. ഇത് വെച്ച് ഗെയിംസ് ഡിസൈൻ ചെയ്യാം. പക്ഷേ പിള്ളേർക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡൗൺലോഡ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വിൻഡോസ് 10 അവൈലബിൾ ആണ്, macOS അവൈലബിൾ ആണ്, ക്രോം OS, പിന്നെ ആൻഡ്രോയിഡ്. ഇത്രയും പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വിൻഡോസിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വന്നു, ഞാൻ സേവ് കൊടുത്തു. ഇതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണെങ്കിൽ ഒരു 100 MB വരുന്ന ഒരു ഫയലാണ്. ഇതിപ്പോൾ വിൻഡോസിൻ്റെ ആയതുകൊണ്ട് ഞാൻ ആൻഡ്രോയിഡ് ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, പക്ഷേ iOS അവൈലബിൾ ആയിട്ട് ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിതിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്ത് പോയാൽ മതി, ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിവിടെ ഫിനിഷ് കൊടുക്കുകയാണ്. അപ്പോൾ അത് റണ്ണാകാൻ തുടങ്ങും. ഞാൻ ഓട്ടോ റൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ലോഡിങ് ഇൻ്റർഫേസ് നമുക്ക് വരും. എന്നിട്ട് ഇതേപോലെ ആപ്പ് ലോഡായി വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് വെബ് ബേസ്ഡ് ആയിട്ടും നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ്. ഇതാണ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള സാധനം. ഇത് ക്രോം ബ്രൗസറിലാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. വെബ് ബ്രൗസറിലുള്ള ഈ സെയിം ഇൻ്റർഫേസാണ് നമുക്ക് ആപ്ലിക്കേഷനിലും കിട്ടുന്നത്. ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവരുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബ്രൗസർ ക്ലോസ് ചെയ്തേക്കാം, കാരണം നമ്മൾ ആപ്ലിക്കേഷൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ വരാൻ നേരത്ത് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ ബ്ലാങ്ക് സ്പേസ് കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ കോഡ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. ഇതാണ് കോഡിങ് സെക്ഷൻ. ഇതാണ് നമ്മുടെ കോഡുകൾ. ഇത് കണ്ടോ, ഓരോരോ പെട്ടി പോലെയാണ് കിടക്കുന്നത്. ഈ പൂച്ച കണ്ടോ, ഈ പൂച്ചയാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഈ പൂച്ചയാണ് നമ്മൾ കോഡ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പൂച്ചേനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ആണെങ്കിൽ പൂച്ച മാത്രമല്ല, നമുക്ക് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ്. ഈ ഉള്ള എല്ലാ ക്യാരക്ടറും നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ അതിനെ മോഷൻ ചെയ്ത് ആനിമേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കോഡ് ചെയ്തിട്ടാണ് ഇതിൽ ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഗെയിം ടൈപ്പിലെ രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ക്യാരക്ടറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ സൗണ്ട് സെക്ഷനിൽ വരുവാണെങ്കിൽ പ്രീ ലോഡഡ് ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുന്നില്ലായിരിക്കും, കാരണം ആ ഓഡിയോ ഞാൻ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് പ്രീ ലോഡഡ് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പ്രോഗ്രാമിൽ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്ലിക്കിൽ ഇങ്ങനെ ശബ്ദം വേണമെന്നൊക്കെ രീതിയിൽ. അപ്പോൾ പിള്ളേർക്ക് ഇത് പെട്ടെന്ന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഇതിലാണെങ്കിൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇതിലെ ഒരു ഫങ്ഷൻസ് വലിച്ചുകൊണ്ട് ഇടുവാണ്. അതിന് മുന്നേ എത്ര ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്, പിന്നെ മോഷൻ കൺട്രോൾസ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിന് ലുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന കാര്യങ്ങളും അല്ലാതെ അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള കോഡുകളാണ് അതിലുള്ളത്. പിന്നെ കുറച്ചും കൂടി താഴോട്ട് വരുമ്പോൾ സൗണ്ട് സെക്ഷൻ ഉണ്ട്. അതിലാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഓഡിയോ ട്രാക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അനുസരിച്ച് പ്ലേ ചെയ്യുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈവൻസ് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പം നമ്മുടെ ഈ കോഡ് റൺ ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ സാധനങ്ങളാണ് ഈവൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൺട്രോൾസ്.
കൺട്രോൾസിലാണെങ്കിൽ നമുക്കാണെങ്കിലും നമ്മുടെ ഡിലേയും ലൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാനും ഉള്ളതൊക്കെ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു ബ്രാക്കറ്റ് രീതിയിൽ തന്നെയാണ്, തുടക്കം തൊട്ട് അവസാനം വരെ എന്നുള്ള രീതിയിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് വെച്ച് ക്ലോസ് ചെയ്യുന്ന പോലെ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെയുള്ള സാധനമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് സെൻസിങ് ആണ്. അതിലാണെങ്കിൽ നമ്മൾ ടച്ചും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോഡുകളുണ്ട്, എന്നുവെച്ചാൽ കുറച്ച് ബ്ലോക്കുകളുണ്ട്. ബ്ലോക്കുകൾ എന്നാണ് പറയുന്നത്, കുറച്ചൊക്കെ കറക്റ്റായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഓപ്പറേറ്റേഴ്സ്, അതിലാണെങ്കിൽ നമുക്ക് പ്ലസ് മൈനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ അതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണെങ്കിൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആകാം, എന്ന് വെച്ചാൽ 1 to 0 എന്ത് വേണമെങ്കിലും ആകാമല്ലോ വേരിയബിൾസ്. അതിന് വേണ്ടിയും കുറച്ച് സെക്ഷനുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇതിൻ്റെ എന്താ ബേസിക് കോഡ് സെക്ഷൻസ്. ഇനിയാണെങ്കിൽ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രോപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യം അതിൻ്റെ മോഷൻ സെക്ഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ ഈ മൂവ് 10 സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടു. ഇനി എനിക്കിത് പ്ലേ ചെയ്യാൻ വേണ്ടി ഇത് ഒന്ന് നെക്കിയാൽ മതി, അത് എക്സിക്യൂട്ട് ആവും. നമ്മുടെ പൂച്ച അനങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പൂച്ച അനങ്ങുന്നുണ്ട്. ഇത് നിൽക്കുമ്പോഴത്തേക്കിന് 10 സ്റ്റെപ്പാണ് പൂച്ച മൂവ് ചെയ്യുന്നത് ഒരു വട്ടം നിൽക്കുമ്പോൾ. നമ്മൾ ഫ്ലാഗ് നിൽക്കുമ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല, കാരണം നമ്മൾ ഫ്ലാഗ് നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഈവൻസ് എടുത്തിട്ട് ഈ വെന്ന് ഫ്ലാഗ് എന്ന് പറഞ്ഞ സാധനം അത് കണ്ടോട്ട് കോടിയുടെ ചിഹ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇതിലോട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ സാധാരണ രീതിയിൽ ക്ലിക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ല. നമ്മളിത് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ ഈ മുകളിലത്തെ കൊടിയുടെ ചിഹ്നത്തിൽ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മുടെ പൂച്ച 10 അടി മുന്നോട്ട് വെക്കും. അപ്പോൾ ഓരോ വട്ടം നിൽക്കുമ്പോഴേ ഉള്ളൂ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 30 കൊടുക്കാം. ഇതിവിടെ ഒറ്റയടിക്ക് ഇനി 30 സ്റ്റെപ്സ് മുന്നോട്ട് വെക്കും. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഒരു ലൂപ്പിലാക്കി ഇടാം. അപ്പം ഒരു കുറച്ച് വട്ടം ഇത് തവണകളായിട്ട് പ്രവർത്തിക്കണം. ഇത് എപ്പോഴും നിൽക്കാൻ പോകണ്ട. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ ഒരു 10 റിപ്പീറ്റേഷൻ്റെ അത് കൊടുക്കാം. അപ്പം ഞാൻ ഈ 10 എന്ന് പറഞ്ഞ സാധനം ഇതിലോട്ട് ഇടയ്ക്കോട്ട് കയറ്റിയിടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിൽക്കുവാണെങ്കിൽ 10 വട്ടം ഈ 30 വെച്ച് ഇത് മുന്നോട്ട് പോകും. അപ്പോൾ ഈ സ്ക്രീനിൽ ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിന് തിരിച്ചും ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ആ മൂവ് എന്ന് പറഞ്ഞ സാധനത്തിൽ മൈനസ് കയറ്റിയിട്ട് ഇങ്ങോട്ട് തിരിച്ചും കൂടെ വന്നിട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ മൂവ് 10 സ്റ്റെപ്സ് ഞാനിവിടെ ഒന്നും കൂടി ഇടുവാണ്. എന്നിട്ട് അവിടെ -30 എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ -30 ഇടുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ മറ്റേത് പ്ലസ് ഡയറക്ഷനിലായിരുന്നു, അപ്പം മുന്നോട്ട് പോകും. മൈനസ് ഇടുമ്പോഴത്തേക്കിന് ബാക്കിലോട്ട് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഇപ്പം ഞാനിത് പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് അനങ്ങുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര സ്പീഡിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂച്ച അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 1 സെക്കൻഡ് നിൽക്കണം, ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 1 സെക്കൻഡ് നിൽക്കണം. അതേ ഉള്ളൂ നമുക്ക് അനങ്ങുന്നതായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം കയറ്റിയിടുവാണ്. ഇപ്പം ഞാൻ ഒരു സെക്ഷനിൽ വെയിറ്റ് നിട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് ഒരു സെക്കൻഡ് നിൽക്കും, പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്കിന് 1 സെക്കൻഡ് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ താഴ്ന്ന സെക്ഷനിലും നമുക്ക് ഒരു വെയിറ്റ് കയറ്റിയിടാം. വെയിറ്റ് അവിടെ നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും പൂച്ച എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടാം. അപ്പോഴാണെങ്കിൽ ഇതേ പൂച്ചയാണെങ്കിൽ ഓരോ സൈഡിലും 1 സെക്കൻഡ് വെച്ച് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ടൈപ്പിലും പിള്ളേർക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ കോഡിങ് പഠിക്കാൻ പറ്റും. അപ്പം ഇതാണെങ്കിൽ ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ മാത്രമല്ല, ഇത് വെച്ചിട്ടാണെങ്കിൽ പിള്ളേർക്ക് ഇതേപോലെ മിനി ഗെയിംസ് ഇതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ പിള്ളേരുടെ ആണെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റ് ലെവൽ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആകും. അപ്പോൾ ഇതിൽ ഈ വെച്ചേക്കുന്ന കോഡുകളും കോഡ് ബ്ലോക്കുകൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാം പിള്ളേരുടെ ക്രിയേറ്റിവിറ്റിയിൽ ഡിപ്പെൻഡാണ്. അപ്പം പിള്ളേർക്ക് കോഡിങ്ങിൻ്റെ കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണെന്നാണ് ഞാൻ കരുതുന്നത് ഇത്. അപ്പോൾ ഇത് ചെറിയ ഫയൽ സൈസും ആയതുകൊണ്ട് എളുപ്പം ഡൗൺലോഡ് ചെയ്യാൻ, വലിയ ഹൈ സ്പെക്കുള്ള നമുക്ക് സിസ്റ്റമോ PC യോ ഫോണോ വേണമെന്നൊന്നുമില്ല. അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പെട്ടെന്ന് പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് പ്രോഗ്രാമിങ്ങിൻ്റെ നോളജ് അവരിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്കാണെങ്കിൽ ഇതിന് വേണ്ടി ഒരു ഫാഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കില്ല. ബെല്ലൈക്കൻ നിൽക്കാൻ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.